രാമപുരം ശ്രീ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. 8 ദിവസങ്ങളിലായി നടന്നുവന്ന സപ്താഹയജ്ഞത്തിനാണ് ഞായറാഴ്ച സമാപനമായത്. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മോഴിയോട് സുരേഷ് ബാബു നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നത്. സിദ്ധികളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. നമുക്കെന്താ ഇത് മനസ്സിലാക്കാൻ എളുപ്പം? സിദ്ധികളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ദൂരെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, അവനവൻ്റെ ശരീരത്തെ ചെറുതാക്കാൻ സാധിക്കുക, ശരീരത്തെ വലുതാക്കാൻ സാധിക്കുക, മറ്റുള്ളവരുടെ ഹൃദയത്തെ വായിച്ചെടുക്കാൻ സാധിക്കുക, പറന്ന് നടക്കാൻ സാധിക്കുക. ഇതൊക്കെ പറഞ്ഞോളൂ, ഇതിലൊന്നും ഒരു സത്യവും ഇല്ല എന്നായിരിക്കും നമുക്ക് തോന്നുക. ഇതിൽ ഒരസത്യവും ഇല്ല. ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ മാത്രം ജീവിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ സങ്കല്പമാണ്, ഭാവനയാണെന്ന് തോന്നും. നമ്മുടേതല്ലാത്തൊരു തലത്തിൽ ജീവിക്കുന്ന യോഗീശ്വരന്മാരെ ജീവിക്കുന്ന ഹിമാലയം പോലുള്ള പ്രാന്തപ്രദേശങ്ങളിൽ പോയാൽ ഇതിന്നും സത്യമാണെന്ന് ബോധ്യപ്പെടും. അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയുന്ന, വെറുതെ പറയുന്നൊന്നുമല്ല. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൊടിയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ യജ്ഞദീപം തെളിയിച്ചതോടെയാണ് ഈ മാസം 22-ന് സപ്താഹയജ്ഞത്തിന് തുടക്കമായത്. യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം, പ്രഭാഷണം, വിദ്യാഗോപാലാർച്ചന, രുക്മിണി സ്വയംവര ഘോഷയാത്ര, സർവൈശ്വര്യ പൂജ, യജ്ഞസമർപ്പണ ചടങ്ങുകൾ, നാമപ്രദക്ഷിണം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. 8 ദിവസങ്ങളായി നടന്ന സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ചയോടെയാണ് സമാപനമായത്. 13 വർഷമായി തുടങ്ങിയ ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ ഞായറാഴ്ച 5:30 മണിക്ക് യജ്ഞാചാര്യനെ സ്വീകരിച്ചുകൊണ്ട് പരിപാടി ആരംഭിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി 29-ാം തീയതി ഉച്ചയോടുകൂടി ഈ പരിപാടി നിർത്തിയിരിക്കുകയാണ്. എടയാർ ശ്രീ ബ്രഹ്മശ്രീ സുരേഷ് ബാബു നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സഹാചാര്യന്മാരായിട്ട് വന്നത് വിഷ്ണു നമ്പൂതിരിയും വാമനൻ നമ്പൂതിരിയുമാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.